ഹായ് ഗൈസ്, എസ് വ്ലോഗ് വിത്ത് സന. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പിനാണ് പോണത്. കന്യാകുമാരിയിലാണ് പോണത്. അപ്പോൾ ഞങ്ങൾ 5:30 ഇവിടെ എത്തിയായിരുന്നു. പക്ഷേ മഴ ആയതുകൊണ്ട് സൺറൈസ് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്നാൽ ആ തിരുവള്ളയുടെയും വിവേകാനന്ദൻ്റെയൊക്കെ അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോകാൻ വേണ്ടി ഇവിടെ ലൈനിൽ നിൽക്കുകയാണ്. ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ 2 ലൈനാണുള്ളത്. ഒന്ന് 75 റുപ്പീസിൻ്റെയും ഒന്ന് 300-ൻ്റെയും. ഞങ്ങൾ 300-ലാണ് കയറിയത്. എന്നാലും ഭയങ്കര തിരക്കായിരുന്നു. എന്നാൽ ഞങ്ങൾ ഏകദേശം അടുത്തെത്താറായി. ഇവിടെ കണ്ട കേസ് ഏതൊരു കോളേജ് വിട്ട് നിൽക്കുന്നു. എനിക്ക് ആരാണെന്നൊന്നും അറിഞ്ഞൂടാ. ഇവിടെ 75 രൂപയുടെ ലൈനെന്ന് പറയുമ്പോൾ നേരത്തെ തുടങ്ങിയായിരുന്നു. ഇവിടെ ടിക്കറ്റ് 7 മണിക്കാണ് സ്റ്റാർട്ടിങ്. പക്ഷേ അവിടെ ഞങ്ങൾ വന്നപ്പോഴേ ഭയങ്കര തിരക്കായിരുന്നു. 75 രൂപയുടെ ലൈന് പോകുന്നു. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ വല്ല വരുവാണെങ്കിൽ ഇനിയും 75 രൂപയുടെ ലൈനിൽ നേരത്തെ രാവിലെ പോയി നിൽക്കണം. ഇല്ലെങ്കിൽ 300 രൂപ വെറുതെ വേസ്റ്റ് ആവും ഗൈസ്. അതാണ് നല്ലത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ അടുത്തെത്താറായി. ഇനി ഇച്ചിരി നേരത്തിൽ ഞങ്ങൾ ബോട്ടിൽ കയറി അവിടെ എത്തുന്നതായിരിക്കും. അതിനാണ് എക്സൈറ്റഡ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, അവിടേക്ക് പോകണം എനിക്ക്. അപ്പോൾ ഗൈസ് ആരെങ്കിലും കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ കാണണം. അവർക്കാണ് ഈ വീഡിയോ. ഞാൻ A to Z ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ. പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് നൊസ്റ്റാൾജിക്ക് ഫീലൊക്കെ ചെയ്യും. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഗൈസ് ഞങ്ങളിങ്ങനെ ബോട്ടിൽ കയറാൻ പോവാണ്. അപ്പം ഞാൻ കുഞ്ഞു വയസ്സിൽ എപ്പോഴോ ബോട്ടിൽ കയറിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുള്ള നേരം തൊട്ട് ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കയറുന്നത്. അപ്പോൾ അവിടെ കുറേ ഇൻസ്ട്രക്ഷൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറാണ്. ബോട്ടിൽ കയറി എനിക്ക് പിന്നെ വിൻഡോ സീറ്റ് വേണമെന്ന് വേണ്ടിയിട്ട് വാശി പിടിച്ച് എങ്ങനെയൊക്കെയോ അവിടെ ഇരുന്ന് നല്ല രസമായിരുന്നു. ഇങ്ങനെ ആടി ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോയി നല്ല രസമുണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ പേടിയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇവിടെ പിന്നെ ഗൈസ് ഫുഡൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഫുഡ് മാത്രമല്ല ബാക്കിയെല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കണേ കേട്ടോ. എന്ത് തന്നെ ഇത്ര ടയേർഡായിട്ട് ആ വലിയ ലൈനിലൊക്കെ വെയിറ്റ് ചെയ്ത് അങ്ങനെ പോയാലും ഭയങ്കര വൃത്തിയാണിത്. നല്ല രസമുണ്ടായിരുന്നു കാഴ്ചയൊക്കെ. അവിടെ നല്ല രസമായിരുന്നു. അല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ സ്ലിപ്പേഴ്സ് ഊരി അവിടെ വയ്ക്കേണ്ടതാണ്. എന്നിട്ട് മാത്രമേ നമുക്ക് ഇതിനകത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡ് നോക്കുമ്പോൾ, കടയിൽ നോക്കുമ്പോൾ കുറേ ചിപ്പി ഇങ്ങനെ മതിലൊട്ടിയിരിക്കുന്നു നല്ല ഡിസൈനായിട്ട്. ഒരു സ്ഥലത്ത് എന്നൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഞങ്ങൾ ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് എൻ്റർ ചെയ്യുവാണ്. ഏതാണ് സ്ഥലം? ഞങ്ങൾ ഈ ബോട്ടിലാണ് വന്നത്. ഞങ്ങളിവിടെയാണ് കയറിയത് ഗൈസ്. കൊള്ളാവൂ. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളിത് A to Z ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുള്ളായിട്ടുള്ള എക്സ്പ്ലനേഷന് എല്ലാം മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ അവിടെ പോയി ഞാൻ കുറേ വീഡിയോ ഇതെല്ലാം എടുത്തുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു. കുറേ ഓപ്പൺ സ്പേസ് കുറേ അങ്ങ് ഉണ്ടായിരുന്നു. അങ്ങ് ഓടിച്ചാടി കളിക്കാനൊക്കെ പറ്റി. അങ്ങനെ ഒരു സമയം പോയാലും അവിടെ ഭയങ്കര കാറ്റായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അവിടെ നല്ല ആശ്വാസമായിട്ട്. പിന്നെ അവിടെ സൈഡ് മലയൊക്കെ ഉണ്ടായിരുന്നു. നോക്കിയപ്പോൾ മല കടൽ ഒക്കെ നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു. മേഘമൊക്കെ ഒരു ഡിസൈൻഡ് പോലെയായിരുന്നു. അതും കാണാൻ ഏതോ വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു കുറേ നേരം. അവിടെ ലൈബ്രറീസൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ബുക്കൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം. അവിടെ പോയറ്റിക്കുള്ളത് വിവേകാനന്ദൻ്റെ പോയറ്റ്സ്, ചരിത്രം അതൊക്കെ ഉള്ളതാണ്. പിന്നെ അവിടെ ധ്യാന മണ്ഡപമുണ്ട്. അവിടെ നമുക്ക് വേണമെങ്കിൽ പോയി സൈലൻ്റായിട്ട് ഇരുന്ന് പ്രെയർ ചെയ്യാം. റീൽസൊക്കെ എടുക്കാൻ ഇവിടെയൊക്കെ നല്ല അടിപൊളി പറ്റിയ സ്പോട്ടാണ്. നല്ല രസമുണ്ടായിരുന്നു.
ഈ കാണുന്നതാണ് ധ്യാന മണ്ഡപം. പിന്നെ ഇവിടെ എന്തോരം വച്ചിട്ടുണ്ട് സ്റ്റൈലിൽ. അവിടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, വീഡിയോ അലോഡഡ് അല്ല ആർക്കും തന്നെ. ഞങ്ങൾക്ക് വീഡിയോ ഒന്നുമേ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഒരു വിഷമവും കൂടെ ഉള്ളൂ. എന്നാലും നല്ല രസമുണ്ടായിരുന്നു അവിടെയൊക്കെ. എന്തേലും നിങ്ങൾക്ക് ലൈനിൽ നിൽക്കുമ്പോൾ തോന്നും ഈ ഇത്രയ്ക്കും തിരക്ക് കൂടുന്ന ലൈനിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്, എന്തിനാണ് ഇത്രയ്ക്ക് വലിയ ലൈന് അങ്ങനെ എന്നൊക്കെ. പക്ഷേ എൻ്റെ അകത്ത് വന്നാൽ നമുക്കതൊക്കെ ഒന്നുമേ ഓർമ്മ ഉണ്ടാവില്ല. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. ഈ വീഡിയോയ്ക്ക് ക്ലാരിറ്റി കിട്ടാത്തതാണ് അധികമായിട്ട്, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അകത്ത് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വെളിയിൽ നിന്നാണ് കുറേ വീഡിയോസ് എല്ലാം എടുത്തത്. അത്രയ്ക്ക് വലിയ സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ആർക്കിടെക്ചറാണ്. എൻ്റെ ഓരോരോ ഡിസൈൻസും നല്ല പ്രാചീനം പോലെയാണ്, നല്ല പഴക്കമുള്ള പോലെയാണ് തോന്നുന്നത്. നല്ല രസമുണ്ട്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇവിടെ വരുന്നത് തന്നെ നിങ്ങൾക്ക് ഒരു വലിയ അത്ഭുതമായിരിക്കും. അത്രത്തോളം നല്ല ആർക്കിടെക്ചർ ഡിസൈൻസും കാണുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതുപോലെ ഉണ്ടായിരിക്കും. എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ഇവിടെ നല്ല ആർക്കിടെക്ചർ എല്ലാം നല്ല ഡിസൈൻഡായിട്ടാണ് എല്ലാം ഉള്ളത്. ഒരു പ്രാചീനിക ടച്ചൊക്കെ ഉള്ള പോലെ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളുടെയെന്ന് പറയുമ്പോൾ തിരുവള്ളുവരുടെ സ്റ്റാച്ചുവും പിന്നെ ബ്രിഡ്ജും ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ സ്റ്റാച്ചുവിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. അകത്ത് ഒരു വലിയൊരു സ്ഥലം ഒക്കെ ഉണ്ട്, കുറേ പടിയൊക്കെ കയറി പോകണം, കൊള്ളായിരുന്നു. ഇനി ഞങ്ങൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ വന്നേക്കാണ്. എല്ലാവരും നല്ലപോലെ പേടിക്കൊക്കെ ഉണ്ടായിരുന്നു. കുറേ പേര് പേടിച്ച് കരഞ്ഞെന്നാലും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താണെന്നറിഞ്ഞൂടാ, അങ്ങനെ പേടിയൊന്നും തോന്നുന്നില്ല. ഞാൻ കുറേ നേരം നിന്ന് നോക്കി, എന്നാലും എനിക്ക് പേടി തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരിക്കും, അറിഞ്ഞൂടാ. പിന്നെ അവിടെ ഈ മിഡിലിൽ മാത്രമാണ് ഈ ഗ്ലാസ് ഉള്ളത്. പിന്നെ രണ്ട് സൈഡും അവിടെ ടൈൽസാണ് ഇട്ടിരിക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും. ചിലവരൊക്കെ പേടിച്ച് പോണവരും പറ്റാത്തവരും ഒക്കെ ആ ഒരു ടൈൽസിൽ നടന്നു പോകാമല്ലോ ആണ്. ഞാൻ ഫുള്ളും ഈ ഗ്ലാസ് ബ്രിഡ്ജിലായിരുന്നു വന്നത്, ടൈൽസിലോട്ടേക്കൊന്നും പോയില്ല. നല്ല രസമുണ്ടായിരുന്നു. അവിടെ കല്ലൊക്കെ ഈ വീഡിയോയിൽ അതൊന്നുമേ നല്ല ഇതിൽ കാണിക്കാത്തതാണ്. പക്ഷെ നല്ല ക്ലാരിറ്റി ആയിട്ട് അടിപൊളിയായിട്ടായിരുന്നു. റിയലിസ്റ്റിക്കായിട്ട് നമ്മൾ കടലിലൂടെ നടന്നു പോണ പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അത് റിയലായിട്ട് എന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം, മസ്റ്റായിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം നിങ്ങൾ. അത്രയ്ക്ക് കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിപ്പോഴും തോന്നാറുണ്ട് ഇനിയും പോയി നോക്കാം, തിരിച്ചും ഗ്ലാസ് ബ്രിഡ്ജിൽ പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവള്ളുവരുടെ സ്റ്റാച്ചുവിൻ്റെ അകത്തേക്കാണ് ഗൈസ് പോകുന്നത്. അവിടെ മുകളിൽ ഞങ്ങൾക്ക് ഇച്ചിരി ആൾക്കാരെ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. സ്റ്റെപ്പൊക്കെ കയറി അവിടെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അവിടെ ഒരു സ്റ്റോണിൻ്റെ ആ ഒരു സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ജനലൊക്കെ വഴി കടലൊക്കെ കാണാൻ പറ്റുന്നായിരുന്നു. പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ബോർഡൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അതിൻ്റെ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് കടൽ നല്ലപോലെ നമുക്ക് കാണാനൊക്കെ പറ്റും. അതാണ് സ്റ്റാച്ചു. നമ്മൾ മുകളിൽ വന്നുകൊണ്ട് നമുക്ക് അധികമായിട്ട് കാണാൻ പറ്റുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പം ഞാൻ പോയിട്ട് ഭയങ്കര ഹാപ്പിയായി. അപ്പം നിങ്ങളും കൂടെ ഒന്ന് പോയി നോക്കുക. നല്ല അടിപൊളി സ്ഥലമാണ്. ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി ട്രിപ്പാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.